this is Karthikeyan and welcome back to my channel Karthikeyan Game 3. Guys, നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചു കാലം നമ്മൾ ടെക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പം നമ്മൾ വടകര പോയിച്ച് കുറെ കളിയൊക്കെ അയച്ച് നമ്മൾ ഇടാൻ പറ്റില്ല. പക്ഷെ ഇനി നമ്മൾ ക്ലാസ്സസ് ഒക്കെ തുടങ്ങുകയാണ്. വെക്കേഷൻ ഒക്കെ 2 ദിവസം കൊണ്ട് കഴിയും. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം വീഡിയോസ് ഇടാൻ നോക്കാൻ ശ്രമിക്കാം. പറ്റുന്ന സമയത്തൊക്കെ ശ്രമിക്കാം. അച്ഛന് ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ പഠിക്കാനൊക്കെ കുറേ ഉണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫോൺ എല്ലാവർക്കും അറിയായിരിക്കും. iQOO Neo 10 ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം iQOOന്റെ നിയോ സീരീസ് അപ്പോൾ ഗെയിമിങ്ങിന്റെ ആയിരിക്കും. അപ്പൊ ഈ വർഷം എന്തൊക്കെ സംഭവങ്ങളാണ്, ഏത് ചിപ്സെറ്റ് ആണ്, അതെല്ലാം നമുക്ക് നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ iQOO Neo 10ന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. പിന്നെ IP65 ഡസ്റ്റ് ടൈറ്റൻ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. ഇത്രയും നല്ല ചിപ്സിനെ കൊടുത്തോണ്ട് അവർ കുറച്ച് കോസ്റ്റ് കട്ടിങ് ചെയ്യിച്ചുണ്ട് ഡിസൈനിൽ. അത് പോട്ടെ, ഡിസൈൻ നമ്മൾ അത്ര സീരിയസ് വെച്ചെടുക്കുന്നില്ല. അടുത്ത ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചസിന്റെ AMOLED 1 ബില്യൺ കളേഴ്സ് 144 ഹെർട്സ് HDR 2000 നിറ്റ്സ് ഹൈ ബ്രൈറ്റ്നസ് മോഡ് 4400 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. 4000 നിറ്റ്സ് പറയുമ്പോൾ കണ്ണടിച്ചു വന്ന ബ്രൈറ്റ്നസ് ആണെന്ന് വിചാരിക്കേണ്ട. പീക്ക് ബ്രൈറ്റ്നസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ HDR കണ്ടന്റ് കാണുമ്പോൾ സ്ക്രീനിന്റെ ചില ഭാഗത്ത് വരുന്ന ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അല്ലാണ്ട് നോർമൽ നമ്മൾ ഹൈ ബ്രൈറ്റ്നസ് മോഡ് വെച്ചാൽ നമ്മൾ സണ്ണ് ഡയറക്റ്റ് ആയി വെക്കുമ്പോഴേക്കാണ് ഹൈ ബ്രൈറ്റ്നസ് മോഡ്. അപ്പൊ നിങ്ങൾ നോർമൽ പ്രൈസ് വെച്ച് നമ്മൾ റൂമിലൊക്കെ വെക്കുമ്പോൾ അപ്പൊ ഇത് എപ്പോഴും പറയാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 4400 നിറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കും. നമ്മളിപ്പോ ബ്രൈറ്റ്നസ് എത്ര മാക്സിൽ വെച്ചാലും അത് HDR കണ്ടന്റ് ഒക്കെ കാണുമ്പോൾ മാത്രമേ അങ്ങനെ വരുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഭയങ്കര ബ്രൈറ്റ്നസ് ആയിരിക്കും എന്നൊക്കെ. അടുത്ത നമ്മള് പ്രോസസ്സറിലേക്ക് നോക്കുകയാണ്. ഇതാണ് ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട്. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 8s Gen 4 ഗൈസ്. അടിപൊളി പ്രോസസ്സറാണ്. അഡ്രിനോ 825 ആണ് GB ഒക്കെ വന്നിരിക്കുന്നത്. സെറ്റ് പ്രോസസ്സറാണ്, ഒരു ഇതും പറയാനില്ല ഗൈസ്. അപ്പൊ നോക്കുകയാണ് 1x3.21 GHz കോർട്ടെക്സ് X4 ആണ്. അപ്പോൾ ഇതൊരു പ്രൈം കോർ ആണ്. അപ്പൊ ഏറ്റവും പെർഫോമൻസ് ആണ്. പിന്നെ 3x3.0 GHz കോർട്ടെക്സ് A720. പിന്നെ വരുന്ന വെച്ചാൽ 2x2.8 GHz കോർട്ടെക്സ് A720. പിന്നെ വരുന്നിരിക്കും 2x2.0 GHz കോർട്ടെക്സ് A720 ആണ് ഗൈസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് 6 എഫിഷ്യൻസി കോറാണ് വരുന്നത്, പിന്നെ 2 പെർഫോമൻസ് കോറും. അപ്പൊ അത് നല്ലത് തന്നെയാണ്. എഫിഷ്യൻസി വേണം, പെർഫോമൻസ് വേണം. എഫിഷ്യൻസി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ അത്യാവശ്യം സോൾവ് ആവും. പിന്നെ ഒരു പ്രൈം കോർ ഉള്ളുണ്ട്, അതന്നെ അത്യാവശ്യമാണ്, അതന്നെ മതി. അടുത്ത നമ്മള് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ നോർമൽ വൈഡ് ക്യാമറ ആണ് വിത്ത് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഷേക്ക് ഫ്രീ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്. അത് അവർക്ക് വേണ്ടി 12 മെഗാ പിക്സൽ ആക്കായിരുന്നു. കോസ്റ്റ് കട്ടിങ്, പ്രോസസറിന്റെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആക്കിയെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഗെയിമിംഗ് ഫോണാണ്. എസ്പെഷ്യലി 4K at 30-60 FPS വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ 1080p വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ 32 മെഗാ പിക്സൽ ഒരു നോർമൽ വൈഡ് ക്യാമറ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ സെൽഫി ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ 10 മെഗാ പിക്സൽ 1080p at 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. അപ്പം അവിടെ 4K കൊടുക്കായിരുന്നു 32 മെഗാ പിക്സൽ സ്ഥിതിക്ക്. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഓക്കെ, ഈ പ്രൈസ് റേഞ്ച് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ല നമുക്കറിയാം. NFC ഉണ്ട്. ഫിംഗർ പ്രിന്റ് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. പിന്നെ സർക്കിൾ സെർച്ച് ഒക്കെ ഉണ്ട്, അതെല്ലാ ഫോണിലുള്ള പോലെ തന്നെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ ബാറ്ററിയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ 7000 mAh ബാറ്ററി. 120 വാട്ടിന്റെ വയർഡ് ചാർജിങ്. പിന്നെ റിവേഴ്സ് വയർഡ് ചാർജിങ് ഉണ്ട്. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഉണ്ട്. റിവേഴ്സ് വയർഡ് ചാർജിങ് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. സംഭവം എന്ന് വെച്ചാൽ
നമുക്കിപ്പോ നമ്മൾ iQOO Neo 10 വേറെ ഫോണിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് റിവേഴ്സ് വയേർഡ് ചാർജിങ്. ബൈപ്പാസ് ചാർജിങ് എന്ന് വെച്ചാല് ഗൈസ്, ബൈപ്പാസ് ചാർജിങ് എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഫോണിലൊക്കെ ഇമ്പോർട്ടൻസ് സംഭവിച്ചാല് ഗെയിമിംഗ് ഫോണിലൊക്കെ ഇത് വേണ്ട ഫീച്ചർ തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ബൈപ്പാസ് ചാർജിങ്ങിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചാർജറിന്ന് ഡയറക്ട്ലി ചാർജ് ഫോണിലെ കമ്പോണൻസിലേക്ക് പോകും. അല്ലാണ്ട് ബാറ്ററി പോയിട്ട് കമ്പോണൻസിൽ പോകുന്നവരെ ഡയറക്ട്ലി ഫോണിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താ യൂസ് എന്ന് വെച്ചാല് ഗെയിമൊക്കെ കളിക്കുമ്പോൾ വൈൽ ചാർജിങ്, അപ്പൊ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് അത്ര ഉണ്ടാവില്ല. അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പൊ ഗെയിമിംഗ് ഫോണിലൊക്കെ എസ്പെഷ്യലി നല്ല യൂസ്ഫുൾ ആവും. അപ്പൊ ഗെയിം കളിക്കുമ്പോൾ അത്ര ഹീറ്റ് ആവില്ല. എല്ലാവരും പ്രശ്നം വെച്ചാല് ഇപ്പൊ നമ്മളൊരു കുറെ നേരം ഗെയിം കളിച്ചാല് ചാർജ് ചെയ്യാൻ ഇടാവും. പക്ഷെ പിന്നെ ഗെയിം കളിക്കാൻ നോക്കിയാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഗെയിം കളിക്കാം, പക്ഷെ എന്താ ഹീറ്റിംഗ് കൂടും. പക്ഷെ ഇതിന്റെ അകത്ത് ബൈപ്പാസ് ചാർജിങ് ഒരു ഫീച്ചർ ഉണ്ട്, ഹീറ്റിംഗ് കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ പ്രൈസിംഗിലേക്ക് കടക്കുകയാണെങ്കിൽ 8GB plus 128GB പ്രൈസ് ആണ് 31,999. 8GB plus 256GB പ്രൈസ് ആണ് 33,999. 12GB plus 256GB പ്രൈസ് ആണ് 35,999. ആൻഡ് 16GB plus 512GB പ്രൈസ് ആണ് 40,999. ബെസ്റ്റ് പ്രൈസിംഗ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ 256GB എടുക്കുക, അതാണ് ബെറ്റർ. കാരണം ഇതിന്റെ അകത്ത് UFS 4.1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫാസ്റ്റ് സ്റ്റോറേജ് ടൈപ്പ് ആണ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ എന്താ 256GB തന്നെ വാങ്ങാം. അത് മാത്രം നിങ്ങളിപ്പോ കേൾക്കുന്നുണ്ടാവും. കാരണം വെച്ചാല് Android 16 ഒക്കെ വരാൻ പോവാണ്. കാരണം നല്ല സ്റ്റോറേജ് സ്പേസ് വേണേലും ഈ അപ്ഡേറ്റിനൊക്കെ. അപ്പൊ ഇനി അപ്ഡേറ്റിന് സ്റ്റോറേജ് സ്പേസ് ഇനി കൂടി വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 128GB എടുത്തിച്ച് നിങ്ങൾ ഈ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം ഫോണിൽ ഗെയിം കളിക്കുമ്പോ ഒക്കെ കുറെ GB എടുക്കും, ഫോട്ടോ എടുക്കുമ്പോൾ GB എടുക്കും. അപ്പൊ അതിനെ കൊണ്ട് അവസാനം സ്റ്റോറേജ് ഇല്ലാണ്ട് നിങ്ങൾ നടക്കേണ്ടി വരും. പിന്നെ ഇപ്പോഴത്തെ ഫോൺ നിങ്ങൾക്കറിയാം SD കാർഡ് ഇടാനും പറ്റൂല. അപ്പം പിന്നെ നിങ്ങളൊരു ട്രാപ്പിലാവും. അതിനെ കൊണ്ട് നിങ്ങൾ പറയാൻ 256GB എടുക്കുക, അതാണ് ബെസ്റ്റ്. 256GB എടുത്താൽ UFS 4.1 കിട്ടുള്ളൂ. അപ്പം അതിന്റെ അബൌട്ട് 256 512 എടുത്താൽ 512 എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 512ന്റെ ആവശ്യമില്ല, പക്ഷെ 256GB എടുക്കുക. അപ്പൊ പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും പ്രീമിയം മിഡ് റേഞ്ച് പ്രൈസ് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ആണ്. അപ്പൊ നല്ലൊരു ഗെയിം ഫോൺ ആണ്. അപ്പൊ ഗെയിമേഴ്സിന് മാത്രമല്ല, നോർമൽ യൂസേജ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ എടുക്കാം. നല്ല ഡിസ്പ്ലേ ആണ്, ഡിസൈൻ കുഴപ്പമില്ല. പിന്നെ നല്ല പ്രോസസർ, ഓഫ്കോഴ്സ് നല്ല പ്രോസസർ ആണ്. അടിപൊളി ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് ആണ്. എല്ലാ ടൈപ്പ് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ക്യാമറയാണ് കുറച്ച് പ്രശ്നം. കാരണം വെച്ചാല് അൾട്രാ വൈഡ് ഒക്കെ. പിന്നെ നോർമൽ ക്യാമറ ആണ്, കുഴപ്പമില്ല. അപ്പൊ പറയുകയാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പൊ ഗെയിമേഴ്സിന് ബെസ്റ്റ് ചോയ്സ് ആണ്. സാധാ ആൾക്കാർക്ക് ഫോൺ എടുക്കുക. അപ്പൊ ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം, പീസ്, ബൈ.